സർക്കാർ ആശുപത്രിയിൽ പാർക്കിംഗ് കൊള്ള. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് പാർക്കിംഗിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നത്. ആശുപത്രിക്കുള്ളിലേക്ക് വാഹനം കടക്കണമെങ്കിൽ പണം നൽകണം. വാഹനം പാർക്ക് ചെയ്താലും ഇല്ലെങ്കിലും പ്രവേശിക്കാൻ പണം നൽകണം. ഒരേ വാഹനം ഒന്നിൽ കൂടുതൽ തവണ ആശുപത്രിക്കുള്ളിൽ എത്തിയാലും പിരിവ് നൽകണം. ചില പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം. 25 രൂപയാണ് ഞാൻ ഇവിടെ പേഡ് ചെയ്തത്. പാർക്കിംഗ് ഏരിയ ഇട്ടില്ല, അല്ലാതെ അങ്ങോട്ടൊരു ഒരു കൊള്ളയാണ്. സർക്കാർ ആശുപത്രിയിൽ മാത്രമല്ലേ ഉള്ളൂ, ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ഇങ്ങനെ ഇല്ലല്ലോ. ഏത് വാഹനം വന്നാലും അതിന് പൈസ കൊടുക്കണില്ലല്ലോ. ഇതിന് തന്നെ എത്ര ആയിരം രൂപ ഒരു വർഷം ഒരു ദിവസം അവർ ഉണ്ടാക്കണം, കോടാനക്കോടി രൂപകൾ. അപ്പൊ ഒരു പാവങ്ങളെ പിഴിഞ്ഞല്ലേ അവർ ഇങ്ങനെ ചെയ്യണത്. രോഗിയായിട്ട് ആ ഇതായിട്ട് ഇതിനെ കാണണം. അങ്ങോട്ട് കയറി പാസ് ഉണ്ട്, 10 രൂപ എടുക്കും പാസ്. ബൈ സ്കൂട്ടിയാണ്. അപ്പൊ ഞാൻ തിരിച്ച് മെഡിക്കൽ അവനെ ഒരു തുണ്ട് എഴുതി തന്നെ ഗുളിക മെഡിക്കലിൽ പോയി തിരിച്ച് വീണ്ടും പാസ് എടുക്കുകയാണ് അവര്. 2 3 എന്റെ പാസ് അവർ വാങ്ങിക്കുന്നുണ്ട്. ഇത് കൊള്ളയാണ്, ഇത് നടക്കൂല. ഇത് ഇവിടുത്തെ കേസ്. റിനു സീത ചേരുന്നുണ്ട്. റിനു, ഗുഡ് മോർണിംഗ്. റിനു, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? കയറി വരുന്ന എല്ലാ വണ്ടിക്കും പാസ് ഉണ്ടോ? അവിടെ പാർക്ക് ചെയ്യുന്ന വണ്ടികൾക്ക് മാത്രമാണോ പാസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ആശുപത്രിയിൽ ഇങ്ങനെ പാർക്കിംഗ് ഫീ ഏർപ്പെടുത്തുന്നത് ശരിയാണോ റിനു? അരുൺകുമാർ, സാധാരണക്കാരായിട്ടുള്ള തിരുവനന്തപുരത്തെ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആതുരാലയമാണ്, അല്ലെങ്കിൽ ഒരു ആശുപത്രിയാണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ പ്രധാന കവാടത്തിന് രണ്ടാമത്തെ ഗേറ്റിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിനകത്തേക്കാണ് ഇവിടുത്തെ ഇൻപേഷ്യന്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉള്ളത്. ഇവിടേക്ക് ഒരു വാഹനം എത്തുകയാണെങ്കിൽ ഒന്ന്, ഈ ആശുപത്രിയിൽ പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ആശുപത്രി കോമ്പൗണ്ട് ഉണ്ട്, ക്യാമ്പസ് ഉണ്ട്. പക്ഷേ ഇവിടെ പാർക്ക് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വരുന്ന ഓരോ വാഹനവും ഈ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ടുള്ള നിശ്ചിത ഫീസ് നൽകണം എന്നുള്ളതാണ്. കാറിന് ഏകദേശം 25 രൂപ നൽകണം. അതുപോലെ തന്നെ 3 വീലർ ഓട്ടോറിക്ഷയാണെങ്കിൽ 20 രൂപയും 2 വീലറിന് 10 രൂപയും നൽകണം എന്നുള്ളതാണ്. ഇത് അവിടെ പാർക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ഒരു പേഷ്യന്റിന്റെ കൂടെ ഇരിക്കുന്ന ബൈസ്റ്റാൻഡർ പുറത്തേക്ക് മരുന്ന് വാങ്ങി തിരികെ അകത്തേക്ക് വന്നാലും അവർക്ക് ഭക്ഷണവുമായി വന്നാലും ഈ ഫീസ് നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആശുപത്രിക്കുള്ളിലേക്ക് കടക്കണമെങ്കിൽ പാർക്കിംഗ് ഫീ വേണം എന്നാണോ? തീർച്ചയായും. അതായത് ഈ ആശുപത്രിക്കുള്ളിലേക്ക് ഒരു വാഹനം കടക്കണമെങ്കിൽ ഇവർക്ക് കാശ് നൽകണം. 25 രൂപ കാറിന് നൽകണം. ഇവർ പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്ന പേരിലാണ് വാങ്ങുന്നത്. പക്ഷേ ഇതൊരു പ്രവേശന, അതായത് എൻട്രി ഫീസ് എന്നേ നമുക്ക് പറയാൻ കഴിയും. കാരണം ഒന്ന്, ഈ സർക്കാർ എന്തിനാണ് ഈ ഫീസ് വാങ്ങുന്നത്? ഇത് കേരള പോലീസാണോ ഈ പിരിവെടുക്കുന്നത്? അല്ല അരുൺകുമാർ, ഇത് ആശുപത്രിയുടെ HMCയുടെ തീരുമാനം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നേരത്തെ തന്നെ നമ്മൾ ഇവരോടൊക്കെ തന്നെ ചോദിച്ചിരുന്നു. ചേട്ടാ, എത്ര രൂപയാണ് ഇപ്പോൾ ഇവിടെ ഫീസ് വാങ്ങുന്നത്? 2 വീലർ 10, 3 വീലർ 20, 4 വീലർ 25. ഇത് ആരുടെ നിർദ്ദേശമാണ് ഇങ്ങനെ വാങ്ങാൻ? ഹോസ്പിറ്റലിന്റേതാണ്. ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടോ? അകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. സ്പേസ് അല്ലേ ഉള്ളൂ, പ്രത്യേക പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടോ? ഗ്രൗണ്ട് ആക്കി തിരിച്ചിട്ടില്ല. അതിനകത്തുള്ള സ്ഥലമുണ്ട് വണ്ടി ഒതുക്കാനുള്ള. പാർക്ക് ചെയ്യാൻ, അതായത് നഗരസഭയുടെ അറിവിൽ ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ല. ഇങ്ങനെ പാർക്കിംഗിനാണോ എന്നൊന്ന് ചോദിക്കൂ. ചേട്ടാ, ഈ വാഹനം ഇവിടുന്ന് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ പൈസ കൊടുക്കണോ? പാർക്ക് ചെയ്യണം. എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാം ഇത് പാർക്കിംഗ് ആണോ അല്ലയോ? പറയും പാർക്കിംഗ് ആണെന്ന്. അല്ലാത്ത വാഹനങ്ങൾ നിങ്ങൾ അകത്തേക്ക് വിടും? പോയിട്ട് രോഗി ഇറക്കിയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഇറങ്ങിപ്പോരും. ഈ ഒന്നിൽ അധികം തവണ വാഹനം അകത്തേക്ക് പോകണമെങ്കിൽ ഒന്നിൽ തവണ കൂടുതൽ അങ്ങനെ പോകേണ്ടതില്ല. എന്തെങ്കിലും മെഡിസിൻ ആണെങ്കിൽ അവർ OP കാണിക്കുമല്ലോ, മെഡിസിന്റെ തുണ്ട് കാണിക്കും. എന്നാൽ നിങ്ങൾ വിടും. ശരി. ഈ സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിലും ഇന്നലെ ഇവിടെ വലിയ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അദ്ദേഹത്തിന്റെ അമ്മ അകത്ത് കിടക്കുന്നുണ്ട്. 3 നേരം ഭക്ഷണം കൊണ്ടു കൊടുക്കണം. ഈ 3 നേരം ഭക്ഷണവുമായി വരുമ്പോഴും 20 രൂപ വെച്ച് ആ ഓട്ടോറിക്ഷക്കാരന്റെ കയ്യിൽ നിന്ന് 60 രൂപ വാങ്ങി എന്നുള്ളതാണ്. അങ്ങനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. ഞങ്ങൾ സൂപ്രണ്ടിനോടും അതുപോലെ തന്നെ ഇവിടുത്തെ RMOയോട് സംസാരിച്ചപ്പോൾ HMC തീരുമാനമാണ്, ഇതൊരു തീവെട്ടിക്കൊള്ളയാണെന്ന് അവരും സമ്മതിക്കുന്നുണ്ട് അരുൺകുമാർ. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, തിരുവനന്തപുരം നഗരസഭയുടെ കണക്കിൽ ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിച്ച് അല്ലെങ്കിൽ പാർക്കിംഗ് ഫീസ് പിരിക്കണമെങ്കിൽ കൃത്യമായി നഗരസഭയെ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. നഗരസഭയെ അങ്ങനെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ ഫീസ് ഈടാക്കാൻ വേണ്ടി കഴിയും ഇവർക്ക് എന്നുള്ളതാണ്. ഈ ഗേറ്റ്, അതായത് ഞാൻ പറയുന്ന ഈ ഗേറ്റ് കടന്ന് ഒരു വാഹനം അകത്തേക്ക് പോകണമെങ്കിൽ ഇവർ പാർക്കിംഗ് ഫീസ്, ഈ ആശുപത്രിയിൽ ഒന്ന് ഏറ്റവും പ്രധാനമായി പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ക്യാമ്പസ് ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. ഇവിടെ
എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്കിംഗ് ചെയ്യുക. സാധാരണഗതിയിൽ നമ്മൾ പാർക്കിങ്ങിനൊക്കെ ഒരു സ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ ആ പാർക്ക് ചെയ്യുന്നതിന്റെ അടുത്ത് ഫീസ് വാങ്ങുന്നതിന് വേണ്ടി ഒരാൾ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ പ്രധാന കവാടം കടന്ന് ഒരു വാഹനം അകത്തേക്ക് പോയാൽ കൃത്യമായി തന്നെ നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കണ്ടതുപോലെ തന്നെ ടോക്കൺ ടിക്കറ്റ് എടുത്തു വേണം. ഇനി അകത്തോട്ട് പോയി നിങ്ങൾ എവിടെ വേണോ പാർക്ക് ചെയ്തോളൂ എന്നുള്ള ആ ഒരു തീരുമാനമാണ്. നേരത്തെ ആറമ്മയോടൊക്കെ തന്നെ നമ്മൾ പറയുന്നത് തെറ്റാണ്. അകത്ത് കയറണമെങ്കിൽ ഫീസ് കൊടുക്കണം എന്നൊരു പ്രേക്ഷകൻ ഇപ്പോൾ ഒരു പ്രേക്ഷക മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സെക്യൂരിറ്റി പറഞ്ഞതുപോലെ ആയിരിക്കില്ല. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ റിനു ഇന്നലെ ഓട്ടോ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ഒരു തവണ അകത്ത് കയറുന്നതിന് വേണ്ടി മാത്രം പൈസ വിരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാര്യം രോഗികളുമായിട്ട് ഇനി ഓട്ടോ വരുമ്പോൾ ഓരോ തവണ 20 രൂപ കൊടുത്ത് പോകാൻ ഇതെന്താ എയർപോർട്ടോ? തീർച്ചയായും. അതായത് ഒരു ബൈസ്റ്റാൻഡർ ബൈക്കിൽ പുറത്തേക്ക് പോയി മരുന്ന് വാങ്ങി വീണ്ടും അകത്തേക്ക് വരുമ്പോൾ വീണ്ടും 10 രൂപ നൽകണം. ശേഷം അവർ തിരുത്തിയിട്ടുണ്ടാവും. ഏതെങ്കിലും ഓട്ടോറിക്ഷ വരുന്നുണ്ടെങ്കിൽ അവർ എൻട്രി ഫീ വാങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നിരീക്ഷിക്കാവുന്നതാണ്. തത്സമയം തന്നെ നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കാവുന്നതാണ്. കാര്യം ഓട്ടോറിക്ഷകൾ സാധാരണ അവിടെ പാർക്ക് ചെയ്യുന്നത് വളരെ അപൂർവമായിരിക്കുമല്ലോ. രോഗികളെ വിട്ടുപോകലല്ലേ പതിവ്. അങ്ങനെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് കൂടി നമുക്ക് പ്രതികരണം ഒന്ന് ചോദിക്കാവുന്നതാണ്. നേരത്തെ ആ പ്രതികരണം നമ്മൾ കേട്ടു. നമ്മുടെ ഈ ദൃശ്യത്തിലടക്കം നിരവധി ഓട്ടോറിക്ഷകൾ അകത്തേക്ക് പോകുന്നത് കാണാം. അവരിൽ നിന്ന് ഫീസ് ഈടാക്കുന്നുണ്ട്. ഒപ്പം ഈ രോഗികൾക്ക് ഭക്ഷണവുമായി എത്തിയാൽ രാവിലെ കാപ്പിയുമായി എത്തുന്നുണ്ട് ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ ബന്ധുക്കൾ എത്തുന്നുണ്ട്. അവരിൽ നിന്ന് 10 രൂപ, ബൈക്കാണെങ്കിൽ 10 രൂപ വാങ്ങും. ഉച്ചയ്ക്ക് അവർ ആഹാരവുമായി എത്തുമ്പോൾ ആ ഉച്ചയ്ക്കും നൽകണം. ഈ ആഹാരം അവിടെ കൊടുത്ത് വാർഡിൽ കൊടുത്ത് തിരികെ പോകുന്നവരാണിവർ. ഇവർ അവിടെ പാർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. അതേസമയം ഈ ഡോക്ടർമാരുടെ വാഹനങ്ങൾ, നിരവധി വാഹനങ്ങൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഫീസ് കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യമില്ല. ഇവിടെ എത്തുന്ന സാധാരണക്കാരാണ് ഈ കൊള്ളയ്ക്ക് ഇരയാകുന്നത്. 25 രൂപയാണ്. ഒരു സ്ഥലത്തും ഇല്ലാത്ത, നഗരസഭയുടെ കൃത്യമായിട്ടുള്ള ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തും പാർക്കിങ്ങിന് എത്ര രൂപ വാങ്ങണം എന്നുള്ളത്. പക്ഷേ ഒരു സർക്കാർ ആശുപത്രിയിൽ ഇത്തരത്തിൽ 25 രൂപ ഒരു കാറിന് നൽകണം എന്ന് പറയുന്നത് തീവട്ടിക്കൊള്ള അല്ലാതെ എന്ത് എന്ന് നമ്മൾ പറയും എന്നാണ്. എന്തായാലും ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ ചുമതലയുള്ള മേഡം വരുന്നുണ്ട്. മേഡം, ഇവിടെ ഇങ്ങനെ ഒരു ഫീസ് വാങ്ങുന്നത് ശരിയാണോ നിലവിൽ? മേഡം പ്രതികരിക്കണം. പ്രതികരിക്കേണ്ട ആളാണ് മേഡം. രാവിലെ നമ്മൾ അരുൺകുമാർ ഇവിടെ എത്തുമ്പോൾ മാഡം പ്രതികരിച്ചിരുന്നു. മാഡത്തിന് ബോധ്യപ്പെട്ടു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാതെ ഡെപ്യൂട്ടി സൂപ്രണ്ടാണ്, ഡോക്ടറാണ്. ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ അതായത് സൂപ്രണ്ട് സ്ഥലത്തില്ല, ഡെപ്യൂട്ടി സൂപ്രണ്ടാണ് എന്നുള്ളതാണ് രാവിലെ നമ്മളോട് വന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു മാഡത്തിനോട്. മാഡത്തിനും ഇത് കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ HMC തീരുമാനമെന്നാണ് അവർ പറയുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനം. ആ തീരുമാന പ്രകാരമാണ് ഈ ഫീസ് വാങ്ങുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആരുടെ തീരുമാനമാണെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ കവാടം, അതായത് ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകണമെങ്കിൽ 25 രൂപ വാങ്ങണം എന്ന് പറയുന്നത് കൊള്ളയല്ലാതെ ആശുപത്രിക്കുള്ളിലാണല്ലോ OP ഉള്ളത്. അരുൺ, മിക്ക OPയും അകത്താണ്. രോഗിയെ കൊണ്ടുപോകാൻ പോലും സമ്മതിക്കില്ല എന്നുകൂടി പറയുന്നുണ്ട്. അതായത് OP അകത്താവുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് രോഗികളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പോകേണ്ട വാഹനങ്ങൾക്ക് ഇങ്ങനെ പണം വാങ്ങുന്നത് ശരിയല്ല. അവിടെ ഇനി പാർക്ക് ചെയ്യാൻ വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ വാഹനങ്ങളിൽ നിന്ന് വാങ്ങുന്നതിനകത്ത് പിന്നെയും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ എൻട്രിക്ക് വേണ്ടി പണം പിരിക്കുന്നുണ്ടെങ്കിൽ അത് കൊള്ളയാണ്, സംശയമൊന്നുമില്ല. തീർച്ചയായും. അതായത് റെസ്പിറേറ്ററി മെഡിസിൻ, ആ OP ഉൾപ്പെടെ ഇതിനകത്താണ്. അവിടേക്ക് വരുന്ന രോഗികളുടെ അവസ്ഥ നമുക്കറിയാം. വലിയ രീതിയിൽ ശ്വാസതടസ്സവും ബുദ്ധിമുട്ടും ഒക്കെ തന്നെയുള്ള രോഗികളാണ്. അവരെ പോലും ഈ ഫീസ് 25 രൂപ കൊടുക്കണം. OP ടിക്കറ്റിന് പോലും 5 രൂപയാണ് ഉള്ളത്. നമുക്കറിയാം, ഒരു കുപ്പിവെള്ളം വാങ്ങണമെങ്കിൽ പോലും 15-20 രൂപ കൊടുത്താൽ മതി. പക്ഷെ ഒരു വാഹനം അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ 25 രൂപ കൊടുക്കണം എന്ന് പറയുന്നത് ഒരു അസാധാരണമായിട്ടുള്ള നടപടി തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്കിപ്പോഴും കാണാം ഒരു കാറിൽ വന്ന് ഇറങ്ങുന്ന ഫീസ് ഈടാക്കുന്ന ഒരു സാഹചര്യം വലിയ രീതിയിൽ. നമുക്ക് അവരോടൊക്കെ തന്നെ പ്രതികരണം ചോദിക്കാവുന്നതാണ്. ചേട്ടാ, ഓക്കെ, അവരെ ഗ്ലാസ് ഇട്ട് അകത്തേക്ക് പോകണം, വാഹനം ഇവിടെ നിർത്താൻ വേണ്ടി കഴിയില്ല, സെക്യൂരിറ്റി അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അരുൺകുമാർ, ഒരു തീവട്ടിക്കൊള്ള എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രാവിലെയൊക്കെ തന്നെ ഞാൻ VK പ്രശാന്ത് MLA-യോടും സംസാരിച്ചിരുന്നു. അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ചേട്ടൻ ഇങ്ങോട്ട് വന്ന് പ്രതികരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചേട്ടാ? സീനിയർ സിറ്റിസന്റെ ലൈനുണ്ട് ഇവിടെ. ഈ സീനിയർ സിറ്റിസന്റെ ലൈനിൽ ബാക്കിയുള്ളവരെല്ലാം ചെറുപ്പക്കാരെല്ലാം കയറ്റി നിർത്തും. ഞങ്ങളെല്ലാം വന്ന് പുറകെ മണിക്കൂറോളം നിന്നാണ് ഞങ്ങൾക്ക് OP ടിക്കറ്റ് കിട്ടുന്നത്. സീനിയർ സിറ്റിസന്റെ ലൈനായി തന്നെ കീപ്പ് ചെയ്യാൻ പറയണം. ഇവിടുത്തെ പാർക്കിങ്ങിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ പ്രതികരിച്ചല്ലേ. തീവട്ടിക്കൊള്ളാൻ ഞങ്ങളൊരു വാഹനം ഇവിടെ വെച്ചിട്ട് അരമണിക്കൂർ മരുന്ന് വാങ്ങിക്കാൻ നിന്നാൽ അവിടുന്ന് 10 രൂപ. അത് കഴിഞ്ഞാൽ പിന്നെ 20 രൂപ ആവും. അകത്ത് പോയ ഒരു ഓട്ടോക്ക് 20, പിന്നെ കാറിന് 25, 2 വീലറിന് 10. 4 നേരം പൈസ കൊടുക്കും. അതുപോലെ രാവിലെ 7 മണിക്കാണ് കൗണ്ടർ തുറക്കുന്നത്. സർക്കാർ വന്നാലും ഇത് പാടില്ല. നിങ്ങൾ അകത്ത് പാർക്ക് ചെയ്താലും ഇല്ലെങ്കിൽ കാശ് വാങ്ങുന്നുണ്ട്. കാശ് വാങ്ങുന്നുണ്ട്.
നമ്മൾ അകത്ത് കയറിയ പൈസ കൊടുക്കണം, പാർക്ക് ചെയ്യാതിരിക്കുക. ഇതാണ് അരുൺകുമാർ, പാർക്ക് ചെയ്താലും ഇല്ലെങ്കിലും ഫീസ് കൊടുക്കണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഓട്ടോ ഡ്രൈവേഴ്സ് ഒക്കെയാണ് ഇവരുടെ അനുഭവങ്ങളാണ് ഇവർ ഓരോരുത്തരും പറയുന്നത്. എന്തായാലും അധികൃതർ കൃത്യമായി തന്നെ ഇതിൽ ഇടപെടണം. കാരണം സർക്കാർ ആശുപത്രിയാണ്, ഒരു പ്രൈവറ്റ് ആശുപത്രികളിലും ഇത്തരത്തിൽ ഫീസ് പിരിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാർക്കിങ്ങിന് വേണ്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും ഇത്രയൊരു ഫീസ് ഇല്ല. ഏത് വാഹനത്തിനും 10 രൂപയാണ് ഫീസായി വാങ്ങുന്നത്. അപ്പോ ഈ ജനറൽ ആശുപത്രിയിൽ എങ്ങനെ ഇത്തരത്തിൽ 25 രൂപ ഒരു കാറിനും 10 രൂപ ബൈക്കിനും 20 രൂപ ഓട്ടോറിക്ഷയ്ക്കും വാങ്ങും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഓട്ടോറിക്ഷയൊന്നും അകത്തേക്ക് പോയി അവിടെ പാർക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല. അവരെ ഇറക്കി തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ടാക്സി ഓടുന്നവരാണ്. ആ ഓട്ടോറിക്ഷയ്ക്ക് പോലും ആ ഫീസ് വാങ്ങുന്ന ഒരു സാഹചര്യം അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താം, MLA ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. മാത്രവുമല്ല ഡെപ്യൂട്ടി സൂപ്രണ്ട് ഇപ്പോൾ നമ്മളോട് അത് പ്രതികരിക്കാതെ പോയി. അവർക്കും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അടിയന്തരമായി തന്നെ ഈ പണപ്പിരിവ്, എൻട്രിയുള്ള വാഹനങ്ങൾക്കുള്ള പണപ്പിരിവെങ്കിലും താൽക്കാലികമായിട്ട് നിർത്തിവെക്കണം. സാധാരണക്കാരായ മനുഷ്യരാണ് അവിടെ വരുന്നത്. ഇങ്ങനെ 25 രൂപ പാർക്കിംഗ് ഫീ കൊടുക്കാനുണ്ടെങ്കിൽ അവർ ഏതെങ്കിലുമൊക്കെ മറ്റ് ആശുപത്രികളിൽ പോയേനെ. അപ്പം